ഒരു വകയെങ്കിലും ഒട്ടും സന്തോഷം പകരുന്നില്ലെങ്കിലും ആശ്വസിക്കാനുള്ളൊരു വക തന്നയാളാണ് തീർച്ചയായിട്ടും റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ സാർ. സാറിനോട് കൺഗ്രാറ്റ്സ് അല്ല, ഒരു നന്ദിയാണ് പറയുന്നത്. കാരണം നമ്മൾ 72 ദിവസമായി പ്രതീക്ഷിച്ചിരുന്ന, ആശങ്കയോടെ ഓരോ മുഹൂർത്തങ്ങളെയും കണ്ടിരുന്ന, അവസാനം നിരാശയിലേക്കൊക്കെ പോയൊരു ദൗത്യമാണ്. അവിടെ സാർ എത്തുന്നു, ഐബോർഡ് പരിശോധന നടത്തുന്നു. ഇന്നലെയും സാർ അവിടെ ഉണ്ടായിരുന്നു. ഈ 72 ദിവസം കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ശരീരം ലഭിച്ചു എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുമ്പോൾ ആ ഫീൽഡിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. സാറിന് എന്താണ് പറയാനുള്ളത്? ഇതിൽ ഫൈനലി നമുക്കൊരു മിഷൻ അക്കംപ്ലിഷ് ആയിന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ മിഷൻ പറഞ്ഞാൽ ഈ ഒരു പസിലിനെ എങ്ങനെ സോൾവ് ചെയ്യുക. ഈ ട്രക്ക് പോയിട്ട് ഒരു ബർമുഡ ട്രയാങ്കിൾ പോലെ മിസ്സായിരുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ടാണ് ഈ ആ സമയത്ത് കുറേ കാറ്റും വെരി ഡിഫിക്കൽട്ട് സർക്കംസ്റ്റാൻസസിൽ നമുക്കിത് തരേണ്ടി വന്നു. സോ ഐ തിങ്ക് ടുഡേ വാസ് എ കൾമിനേഷൻ ഓഫ് ദാറ്റ്. I can only feel satisfied that നമ്മുടെ ഒരു ടെക്നോളജി നമുക്കൊരു നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റി, ഒരു നോബൽ കോസ്റ്റ് ഉപയോഗിക്കാൻ പറ്റി. പിന്നെ നമുക്കതിനൊരു റിസൾട്ട് കിട്ടി. കാരണം എല്ലാവർക്കും ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ ഈ ടെക്നോളജി ഡെവലപ്പായിക്കൊണ്ട് ഉണ്ടായിട്ടും അതിനെ നമുക്കൊരു റിസൾട്ട് കിട്ടിയതിന് വി ആർ കോൺഫിഡൻറ്റ് ദാറ്റ് നമുക്ക് ഇതിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോയിട്ട് വി കൻ യൂസ് ദിസ് ഫോർ ഗുഡ് യൂസ് ഫോർ മെനി പർപ്പസസ് ഇൻക്ലൂഡിങ് മേക്കിംഗ് ഇന്ത്യ സ്ട്രോങ്കർ. ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സസിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, വി ഷുഡ് ബി ഏബിൾ ടു സപ്പോർട്ട് ഈവൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റിലീഫ് ഓപ്പറേഷൻസ്. ദാറ്റ് ഈസ് വൺ സൈഡ്. ബട്ട് ദി അതർ സൈഡ് എനിക്ക് തോന്നിയത്, യെസ്റ്റർഡേ ഞാൻ അവിടെ ഉണ്ടാകുമ്പോൾ മിനിഞ്ഞാന്ന് അവിടെ അർജുനൻ്റെ സിസ്റ്ററിനെ കണ്ടു, അവരുടെ ബ്രദർ ലോയും കണ്ടു, ബ്രദറിനെയും കണ്ടു. അവരെ കണ്ടപ്പോൾ ഐ ഫെൽറ്റ് സ്ട്രോങ് ഫീലിംഗ് ദാറ്റ് അവരുടെ ഒരു മനസ്സിൻ്റെ വേദനയും അവരുടെ ഒരു മനസ്സിൻ്റെ ഒരു പ്രതീക്ഷയും പ്ലസ് ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു അവരെ കണ്ടപ്പോൾ. അപ്പോൾ തന്നെ നമുക്കൊരു എന്തെങ്കിലും ഈ പ്രാവശ്യം റിസൾട്ട് കിട്ടിയെന്നൊരു ദർ വാസ് എ കോൺഫിഡൻസ്. അങ്ങനെയാണ് തുടങ്ങിയത്. ഇന്നലെ രാവിലെ പോയിട്ട് നമ്മൾ വെള്ളത്തിലിറങ്ങി, മഴയുണ്ടായിട്ടും അവിടെ 4 പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. പക്ഷേ ഇന്നലെ രാത്രി CP34 അത് കിട്ടിയില്ല. പക്ഷേ വേറൊരു നല്ല ഡെവലപ്മെൻറ്റ് ആയിട്ടുണ്ട്. ദാറ്റ് വാസ് CP34 അവർക്ക് ടവർ കിട്ടി, ഇലക്ട്രിക് ടവറും പൈലനും അതിൻ്റെ വലിയ വലിയ കേബിൾസും അതവിടെ കിട്ടിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്, നമ്മുടെ പരിശോധന നടത്തിയതിലും നമ്മുടെ അനുമാനത്തിലും അത് ദർ ഇസ് നോ മിസ്റ്റേക്ക്. കാരണം ഈ ടവറിനും കേബിൾസിനാണ് മാക്സിമം ഈ ഡയലക്ട്രിക് പ്രോപ്പർട്ടി. അത് കാരണം അവിടെ മാക്സിമം സിഗ്നൽ കിട്ടിയത്. ബട്ട് വി തോട്ട് ഇറ്റ് മൈറ്റ് ബി തടുത്ത ട്രക്ക്. അതാണ് നമ്മുടെ അവിടെ പ്രധാനം കൊടുത്തത്. പക്ഷേ ഇത് കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായി ട്രക്ക് അവിടെ ഉണ്ടാവാൻ ചിലപ്പോൾ ചാൻസ് ഇല്ല. അങ്ങനെയാണ് നമ്മൾ ഇന്നലെ രാത്രി മഹേന്ദ്രനടുത്തും ആ ഡിജർക്കാരനോട് പറഞ്ഞത് പോയിട്ട് CP3 പോയി തിരയാനായിട്ട്. അപ്പോൾ CP3 പോയി തിരഞ്ഞപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് സം ഇൻഡിക്കേഷൻസ് വി ഗോട്ട്, ചെറിയ പാർട്സൊക്കെ കിട്ടി അവിടെ. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു പ്ലീസ് ഗോ ഡീപ്പർ, ഡെഫിനറ്റ്ലി അവിടെ എന്തെങ്കിലും കിട്ടും. അങ്ങനെയാണ് ഐ തിങ്ക് വി ഫൈനലി ഫൗണ്ട് ദ ട്രക്ക്. ബട്ട് all I think something good was to happen. That's all I can say. Mission accomplished. തീർച്ചയായും മിഷൻ അക്കംപ്ലിഷ് ആയിരുന്നേ ഉള്ളൂ. സാർ, അപ്പോഴും നിലനിൽക്കുന്ന പല ചോദ്യങ്ങളുണ്ട്. ആദ്യം അവിടെ സാർ എത്തിപ്പെടുന്നു, ഇങ്ങനൊരു സാങ്കേതിക സംവിധാനത്തിൻ്റെ ആ ഒരു മികവോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളോ ഒന്നും തീർച്ചയായിട്ടും നമുക്ക് വലിയ അറിവൊന്നുമില്ല. സാർ അവിടെ പോയിട്ട് അവിടെ ഈ സാങ്കേതിക വിദ്യ ഏത് തരത്തിലാണ് ഉപയോഗിച്ചത്? ഈ വിദ്യ നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് നമ്മൾ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡിൽ പോയിട്ട് ഇതിൻ്റെ ഡെമോൺസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, അവിടെയും ട്രയൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഇറ്റ് വാസ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എൻവയറമെൻറ്റ്. കാരണം ഈ വെള്ളത്തിൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അതുമാത്രമല്ല, വെള്ളം മാത്രമല്ല, അവിടുത്തെ അവിടെ വെതർ കണ്ടീഷൻസ് വാസ് വെരി വെരി ചലഞ്ചിങ്. നമുക്ക് തന്നെ ഒരു ഡേഞ്ചർ ആയിരുന്നു വെള്ളത്തിൽ ഇറങ്ങുക, അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ. ബട്ട് നമ്മൾ ആർമിയിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ വി ഗോ സിസ്റ്റമാറ്റിക്കലി. അപ്പോൾ അവിടെ നമ്മൾ പോയിട്ട് കുറേ റെക്കി ചെയ്തപ്പോൾ വി ഗോട്ട് വെരി ഗുഡ് പീസ് ഓഫ് ഇൻഫർമേഷൻ. ഇപ്പോൾ അവിടുത്തെ MLA ഉണ്ട്, റെസ്പെക്റ്റഡ് സതീഷ് MLA ജി, അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ദേ ഗേവ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. പിന്നെ അവിടുത്തെ SP നാരായണ ഉണ്ട്, അവിടുത്തെ ഫുൾ സീൻ നമുക്ക് നന്നായി പറഞ്ഞു തന്നു. എവറി ലോക്കൽ പേഴ്സൺസ് ഓൾസോ കിട്ടിയപ്പോൾ ഇതിനെ ഫുൾ റീപ്ലേ ചെയ്തു. ഇത് എങ്ങനെ ട്രക്ക് അവിടുന്ന് വീണ് കാണും, വെള്ളത്തിൽ എങ്ങനെ പോയി കാണും, വാട്ട് ഈസ് ദി ഹയസ്റ്റ് പോസിബിലിറ്റി, അതൊക്കെ നോക്കുമ്പോൾ ആസ് പെർ ഒരു മിലിറ്ററി അപ്രീസിയേഷൻ നടക്കുന്നുണ്ട് നമ്മൾ വെൻ വി ഡു അഡ്രസ് സിറ്റുവേഷൻ. അതിൽ വി റിയലൈസ് ദാറ്റ് ഈ ട്രക്ക് വെള്ളത്തിൽ പോകാനായിട്ടാണ് മാക്സിമം ചാൻസ്. ഇപ്പോൾ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ വേർ ഓൾ ഇറ്റ് ബി. അപ്പോഴാണ് നമുക്ക് പിറ്റേ ദിവസം അറിവ് കിട്ടിയത് ലോങ്സ് അതിനെ കിട്ടിയിട്ടുണ്ടെന്ന്. ലോങ്സ് കിട്ടിയ തരത്തെ മനസ്സിലായി
ലോഗ്സ് ഉണ്ടെങ്കിൽ അത് ട്രക്ക് അവിടുന്ന് ഫ്ലോട്ടായി പോകാൻ ചാൻസ് ഉണ്ടായിരുന്നു ബോയൻസി കാരണം. ലോങ്സ് വേറെ സ്ഥലത്ത് കിട്ടിയപ്പോൾ മനസ്സിലായി ചിലപ്പോൾ ട്രക്ക് ഫ്ലോട്ടായി പോയിട്ടില്ല, അവിടെ തന്നെ കണ്ടാൻ ചാൻസ് ഉണ്ട്. ആ പ്ലാനിങ് ചെയ്തിട്ടാണ്, കാരണം നമുക്ക് ടൈം ഒരുപാട് കുറവായിരുന്നു. 2 ഡേയ്സിൽ ഈ ഫുൾ ഏരിയ സ്കാനിങ് ചെയ്യാൻ പറഞ്ഞാൽ നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ. വി ഹാവ് ടു ഡു സെലക്റ്റീവ് സ്കാനിങ്. ആ സെലക്റ്റീവ് സ്കാനിങ്ങിനാണ് ഈ അപ്രിസിയേഷൻ നടത്തിയിട്ട് മോസ്റ്റ് പ്രോബബിൾ സ്പോട്ട്സ് സ്കാനിങ് നടത്തി വി ഫൗണ്ട് 4 പോയിൻറ്റ്സ്. അങ്ങനെയാണിത് പ്ലാൻ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്തത്. സാർ, അപ്പോഴും 72 ദിവസം എടുത്തു ഒരു മനുഷ്യൻ, നമുക്കറിയാം അദ്ദേഹം എവിടെ ഉണ്ടാകുമെന്നുള്ളതിൻ്റെ ഒരു സൂചന നമുക്കുണ്ട്. വെള്ളത്തിനടിയിലാണ്, ഓക്കെ, അതിൻ്റെ അടിയൊഴുക്ക്, ശക്തമായ അടിയൊഴുക്ക് എല്ലാം മനസ്സിലാകുന്നു. പക്ഷേ അപ്പോഴും 72 ദിവസം നമ്മൾ എടുത്തു അർജുൻ്റെ ആ ഒരു ലോറിയും മൃതദേഹവും ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്രമാത്രം ഇനി നമ്മൾ ഇത്തരത്തിൽ ടെക്നോളജിക്കലി അഡ്വാൻസ് ആവേണ്ടതുണ്ട്? ഇങ്ങനൊരു സാഹചര്യം ഇനി ഉണ്ടായാൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന, ഓഫ് കോഴ്സ് ഈ നാച്ചുറൽ സാധനങ്ങളൊക്കെ തന്നെയുമുണ്ട്, നമ്മുടെ കയ്യിലല്ലാത്ത കുറേ വസ്തുതകളുണ്ട്. അതിനൊക്കെ അപ്പുറം കാലാവസ്ഥയ്ക്ക് അനുകൂലമാണെങ്കിൽ ഇതുപോലെയുള്ള എന്ത് സാങ്കേതിക വിദ്യകളൊക്കെയാണ് നമുക്ക് ഇത്തരം കേസുകൾ ഉപയോഗിക്കാൻ കഴിയുന്നത്? അല്ലെങ്കിൽ ഐബോർഡ് സംവിധാനത്തിൻ്റെ ഒരു ഉപയോഗം കൂടുതലായി ഇങ്ങനെ ദുരിത മേഖലകളിലൊക്കെ ഉപയോഗിക്കാൻ കഴിയും? വളരെ നല്ല പ്രശ്നമാണത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു ടെക്നോളജി നമുക്ക് പ്രൂവനായ കാരണം ഇതിനെ മുന്നോട്ട് പോകാൻ നമുക്ക് ഇനി സാധിക്കും. പക്ഷേ അത് മാത്രമല്ല, ഇത് ഐബോർഡ് മാത്രമായിട്ടല്ല നമ്മൾ സക്സസ് ആയിരിക്കണത്. ഇതിൻ്റെ സക്സസ്സിൽ ഒരു വലിയ പോർഷൻ കൊടുക്കേണ്ടത് ഈ ഡ്രഡ്ജിങ് ആൾക്കാർ വന്നിട്ട്, അവിടെ മഹീന്ദ്രൻ അവരുടെ ടീം വന്നിട്ട് നല്ല സിസ്റ്റമാറ്റിക്കലായിട്ട് ഡ്രഡ്ജിങ് പ്ലാനിങ് അവിടെ വളരെ നല്ല പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ അവിടെ പോയി വെള്ളത്തിൽ കയറിയിട്ട് അവർ പറഞ്ഞു കൊടുത്തപ്പോൾ അവർ നന്നായി മനസ്സിലാക്കിയെടുത്തു. പിന്നെ അവരുടെ ഒരു ആളുണ്ട് അവിടെ, ഭൗമിക് പറഞ്ഞിട്ട്, ആ പുള്ളിക്ക് ഞാൻ പോയിൻറ്റ്സ് കാണിച്ചു കൊടുത്തു. പിന്നെ ആ പോയിൻറ്റ്സിൻ്റെ അവർ മാർക്ക് ചെയ്തു ആ പോയിൻറ്റിന് ബോയ് ഇട്ടിട്ട്. പക്ഷേ ആ ബോയ് ഇട്ടാലും വെള്ളത്തിലെ ബോയ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ വീണ്ടും എങ്ങനെയാണ് പിടിക്കുക, വീണ്ടും എങ്ങനെയാണ് മാർക്ക് ചെയ്യുക, അത് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ ആ പുള്ളിക്ക് നന്നായി മനസ്സിലായി. സോ അവർ വളരെ റെസ്പോൺസീവ് ആൻഡ് റെസ്പോൺസിബിൾ മനുഷ്യന്മാരാണ് ഈ പറയുന്ന ദേവേന്ദ്രനും അവരുടെ ടീമും. ഈ രണ്ടിൻ്റെ കോമ്പിനേഷൻ കാരണം നമുക്ക് സക്സസ് കിട്ടിയത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാക്കണം. അപ്പോൾ ഈ ഏത് ഡിസാസ്റ്റർ ആയാലും നോബഡി ക്യാൻ സിംഗിൾ ഹാൻഡ്ലി അച്ചീവ് എനിത്തിങ്. ഒരു നല്ല ടീം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീം ഇപ്പോൾ കേരളത്തിലുണ്ടെങ്കിൽ, കർണാടകയിലുണ്ടെങ്കിൽ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീമിനൊരു ടീമായിട്ട് കറക്റ്റ് ടെക്നോളജി കൊണ്ടുവന്നിട്ട് അതിന് കറക്റ്റ് എംപ്ലോയ്മെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നന്നായി പ്ലാനിങ് ചെയ്താൽ ഐ തിങ്ക് ഫ്യൂച്ചറിൽ വി വിൽ ബി ഏബിൾ ടു ഡു മച്ച് ബെറ്റർ. സാർ, ഫൈനലി അർജുൻ്റെ ഫാമിലിയോട് എന്താണ് താങ്കൾ പറയാനുള്ളത്? അർജുൻ്റെ ഫാമിലിക്ക് എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ്ലി സങ്കടമുണ്ട് മനസ്സിൽ അർജുൻ പോയതിൻ്റെ. പക്ഷേ അൾട്ടിമേറ്റ്ലി നമുക്ക് ഒരു മനുഷ്യൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്ലോഷർ വേണം. ഇപ്പോൾ നമ്മൾ ആർമിയിലും വി ഹാവ് ലോട്ട് ഓഫ് ലോസസ്. നമ്മൾ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ, ഞാൻ കാർഗിൽ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. കാർഗിൽ യുദ്ധത്തിൽ നമ്മൾ 500+ സോൾജേഴ്സ് വി ലോസ്റ്റ്. നമ്മുടെ യൂണിറ്റിൽ നിന്ന് കുറേ സോൾജേഴ്സ് മരിച്ചിട്ടുണ്ട്, കുറേ മിസ്സിങ്ങും ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മിസ്സിങ് ആകുമ്പോൾ നമ്മളതിന് ക്ലോഷർ ചെയ്യില്ല. ക്ലോഷർ ചെയ്യാനായിട്ട് വി ഹാവ് ടു ഐദർ ഫൈൻഡ് ഹിസ് ഡോക്കറ്റ് ഓർ വി ഹാവ് ടു ഫൈൻഡ് ദ ബോഡി. ഈ ക്ലോഷർ പറയുന്ന സാധനം എന്താണ്? അതിനാണ് എനിക്ക് ഐ ഫീൽ അർജുനൻസ് ഫാമിലി അവിടെ നിന്ന് ഇതെന്തായാലും നമുക്ക് ചെയ്തെടുക്കാൻ പറയണത്. കാരണം ഒരു മനുഷ്യൻ പോയി കഴിഞ്ഞാലും ആ മനുഷ്യൻ്റെ ശരീരം തിരിച്ച് കിട്ടിയിട്ടാലേ നമുക്കതിന് ലീഗൽ ക്ലോഷറും പിന്നെ അതിൻ്റെ സ്പിരിച്വൽ ക്ലോഷറും ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏത് റിലീജിയൻ ആയാലും ഇത് അക്രോസ് ദ ബോർഡ്. അപ്പോൾ ലീഗൽ ക്ലോഷർ എന്തിനാണ്? അപ്പോഴേ നമുക്ക് ആ ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കാൻ പറ്റുള്ളൂ, ആ ഫാമിലിക്ക് ഒരു ഫൈനൽ ലീഗലും സെറ്റിൽമെൻറ്റ് കിട്ടുള്ളൂ. അതേപോലെ അതിൻ്റെ കാട്ടിലും ഈവൻ മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ ആർ കൾച്ചർ, ഹിന്ദുവിലായാലും ഏതിലായാലും ഒരു സ്പിരിച്വൽ ക്ലോഷർ പറഞ്ഞൊരു സാധനമുണ്ട്. ആ സ്പിരിച്വൽ ക്ലോഷർ എപ്പോഴാണ് ചെയ്യുക? വെൻ വി ആർ ഏബിൾ ടു ഫൈനലി ക്രിമേറ്റ് ദ ബോഡി, കൊണ്ടുപോയിട്ട് അതിനെ കറക്റ്റായിട്ട് നമ്മുടെ കൾച്ചർ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കതിന് സ്പിരിച്വൽ ക്ലോഷർ കിട്ടേണ്ടത്. ഈ രണ്ട് കാര്യം ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ റീസൺ. ആൻഡ് ഐ തിങ്ക് അവർ ചെയ്തത്, അവർ പിടിച്ച് നിന്ന് ഈ ബോഡി നമുക്ക് എങ്ങനെയും കിട്ടണം പിടിച്ച് നിന്ന്. ഐ തിങ്ക് ഐ അപ്രിഷിയേറ്റ് ദെയർ commitment towards their brother and their son, and I am hoping that in future the family is able to settle all these matters and take their life forward normally. It will take them time. പക്ഷേ അവർക്ക് ഒരു ധൈര്യം കിട്ടാനായിട്ടും I can only pray for them. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു ക്ലോഷർ വേണമെന്ന് പറയുകയാണ്. അത് കറക്റ്റാണ്, അത് കൃത്യമായ വാക്ക് അത് തന്നെയാണ്. അതിനൊരു തീർപ്പുണ്ടാവണമെന്ന് പറയുകയാണ് റിട്ടയർഡ് മേജർ ഇന്ദ്രബാലൻ.
ആ തീർപ്പ് എന്ന് പറയുന്നത് ലീഗൽ തീർപ്പാകണം, ആത്മീയമായ തീർപ്പുണ്ടാകണം എന്ന് പറയുകയാണ്. ആ തീർപ്പ് രണ്ട് ചോദ്യത്തിന് പ്രധാനപ്പെട്ട ഉത്തരം വിവരം കിട്ടുന്നു കൂടി എന്നുള്ളത് കാർവാറിൽ നിന്ന് വരുന്നുണ്ട്. ഒന്ന്, മൃതദേഹം അവിടെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. കാർവാറിലെ ഗവൺമെന്റ് ആശുപത്രിയിലേക്കാണ് ആ മൃതദേഹം മാറ്റിയത്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു ആംബുലൻസ് ആശുപത്രി ഭാഗത്തേക്ക് പോകുന്നത്. നേരത്തെ അങ്കോളയിലേക്കെന്നായിരുന്നു വാർത്ത, പക്ഷേ അങ്കോളയിലേക്കല്ല, കാർവാറിലേക്ക് തന്നെയാണ്. കാർവാറിലെ ഗവൺമെന്റ് ആശുപത്രിയിലേക്കാണ് ആ മൃതദേഹം മാറ്റുന്നത്. അത് മാറ്റിയിട്ടുണ്ട്, ആംബുലൻസ് അവിടേക്ക് പോയിട്ടുണ്ട്. ആ വിവരങ്ങൾ അരുൺ പൂപ്പറമ്പ ഇപ്പോൾ നൽകും ശിരൂരിൽ നിന്ന്. അരുൺ, ആ നടപടിക്രമങ്ങൾ കുറച്ചുകൂടി വേഗത്തിലായിട്ടുണ്ട്. അങ്കോളയിലെ